ഹായ് ഓൾ, ഞാൻ ജോസഫ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി CC ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പുതിയൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വേറെ ഒന്നുമില്ല, കാൻഡിൽസ്റ്റിക് ചാർട്ട്. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഫിനാൻഷ്യൽ ചാർട്ട്. ഇത് മാക്സിമം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതോടൊപ്പം ബാങ്ക്സ്, ഹെഡ്ജ് ഫണ്ട്സ്, അങ്ങനെയുള്ള വലിയ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഇത് യൂസ് ചെയ്യുകയും നമ്മൾക്ക് ഇത് അറിയാൻ പാടില്ല നമ്മുടെ ക്യാഷ്, നമ്മുടെ എമൗണ്ട് അവര് പെട്ടെന്ന് അത് എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മാർക്കറ്റിനെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോടൊപ്പം സഞ്ചരിക്കുകയും മാർക്കറ്റിൽ എവിടെയാണ് നമ്മൾ എൻട്രി ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ളത്, എപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. ഇതൊരു നമുക്കൊരു പുതിയ ലാംഗ്വേജ് തന്നെയാണ്. ഇത് നമ്മൾ ഒരു കുറച്ച് ടൈമും കുറച്ച് എഫർട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഇത് നമ്മൾക്ക് വളരാനും നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് കൂടി നമുക്ക് വളരുവാനും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ ചാപ്റ്ററുകളിൽ നമ്മൾ ഈ പോർഷൻസ്, ഈ കാൻഡിൽസ്റ്റിക് ചാർട്ടിൽ നമ്മൾ കവർ ചെയ്യുന്നത് 6 പോർഷൻസ് ആണ്. 1 കാൻഡിൽസ്റ്റിക് അനാറ്റമിയാണ്, 2 കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, 3 മാർക്കറ്റ് സ്ട്രക്ചർ, 4 ടൈം ഫ്രെയിംസ് ആൻഡ് ടോപ്പ് ഡൗൺ അനാലിസിസ്, 5 മാർക്കറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ്, 6 മണി മാനേജ്മെന്റ്. ഈ പോർഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. അതോടൊപ്പം തന്നെ ഇത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോർമലി നമ്മൾ ഒരു ഫിനാൻഷ്യൽ മാറ്റർ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കില്ല. കാര്യം വേറെ ഒന്നുമില്ല, വലിയ റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പൊ നമുക്കിത് ചാർട്ടും കാര്യങ്ങളും നമ്മൾ പഠിച്ച് നമ്മൾ വളരെ കോൺഫിഡന്റ് ആവുകയും നമുക്ക് ട്രേഡിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ചാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.